അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എവർക്കും അൽകുനൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കെലിമത്ത് എന്താണെന്നും അതിൻ്റെ കിസ്മുകളെക്കുറിച്ചെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു പുതിയൊരു വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. അൽ ബിനാഉ വൽ ഇഅ്റാബ്. എന്താണ് ബിനാഅ്, ഇഅ്റാബ്, മുഅ്റബ്, മബ്നി എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം. അവലൻ അൽ ബിനാഉ, ആദ്യമായി ബിനാഅ് ഹുവ ലുസൂമു ആഖിറിൽ കലിമത്തി ഹാലത്തൻ വാഹിദത്തൻ ലിഗൈരി ഇഅ്തിലാലിൻ. ഇല്ലത്തിൻ്റെ അർഫിൻ്റെ കാരണത്തിന് വേണ്ടിയല്ലാതെ കലിമത്തിൻ്റെ അവസാനം ഒരവസ്ഥയെ നിർബന്ധമാക്കുന്നതിനാണ് ബിനാഅ് എന്ന് പറയുന്നത്. ഇല്ലത്തിൻ്റെ കാരണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ കലിമത്തിൻ്റെ അവസാനത്തിൽ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങളായ അലിഫ്, വാവ്, യാ ഏതെങ്കിലും ഒന്ന് വരുന്ന സമയത്ത് ഒരേ അവസ്ഥയായിരിക്കും. അതായത് റഫ്ഇൻ്റെയും നസ്ബിൻ്റെയും ജറിൻ്റെയും അവസരത്തിലുമെല്ലാം പ്രത്യക്ഷത്തിൽ ഒരേ അവസ്ഥയായിട്ടായിരിക്കും നമുക്ക് കാണുന്നത്. അതേ സമയത്ത് ആ കാരണത്തിന് വേണ്ടി അല്ലാതെ തന്നെ കലിമത്തിൻ്റെ അവസാനം ഒരൊറ്റ അവസ്ഥയെ നിർബന്ധമാക്കുന്നതിനാണ് ബിനാഅ് എന്ന് പറയുന്നത്. അതിനുള്ള ഉദാഹരണം ലുസൂമു ഹാ ഉലാഹി അൽ കസ്റ. ഹാ ഉലാഹി എന്ന പദം കസ്റിനെ നിർബന്ധമാക്കുന്നത് പോലെ. ഒന്നാമത്തെ ഉദാഹരണം ഹളറ ഹാ ഉലാഹി, അവർ ഹാജരായി. ഇവിടെ ഹാ ഉലാഇ എന്നുള്ളത് ഇസ്മു ഇഷാറത്തിൻ മബിനിയുൻ അലൽ കസ്രി. ഇഷാറത്തിൻ്റെ ഇസ്മാണ്, അതോടൊപ്പം കസ്റിൻ്റെ മേൽ മബിനിയാണ്. ഫി മഅല്ലി റഫ്ഇ ഫായിലിൻ, ഫായിലാണെന്ന നിലക്ക് റഫ്ഇൻ്റെ മഹലിലുമാണ്. അതായത് ഹളറ എന്നുള്ളത് ഫിഇലാണ്, ഫിഇലിൻ്റെ ഫായിലാണ് ഹാ ഉലാഇ എന്നുള്ളത്. അസ്ലിയായി റഫ്ഇ ലമ്മത്ത് കൊണ്ടാണ്. അതേ സമയത്ത് ഹാ ഉലാഇ എന്നുള്ളത് മബിനി ആയതുകൊണ്ട് അതെപ്പോഴും കസ്റായിരിക്കും. രണ്ടാമത്തെ ഉദാഹരണം റഅയ്തു ഹാ ഉലായി. ഇവിടെ റഅയ്തു എന്നുള്ളത് ഫീൽ ദമീർ ഫായിലൻ, ഹാ ഉലായി എന്നുള്ളത് മഫ്ഊലാണ്. മഫ്ഊലിന് ഇറാബ് നസ്ബാണ്. അസ്ലിയായ നിലക്ക് ഫതഹത്ത് കൊണ്ടാണ് നസ്ബ് വരേണ്ടത്. അതേസമയം ഹാ ഉലായി എന്നുള്ളത് കസ്റിൻ്റെ മേൽ മബിനി ആയതുകൊണ്ട് അതിന് യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. അതാണ് ഇസ്മു ഇഷാറത്തിൻ മബിനിയുൻ അലൽ കസ്രി ഫി മഅല്ലി നസ്ബിൻ മഫ്ഊൽ ബിഹി. മഫ്ഊൽ ബിഹി എന്ന നിലക്ക് നസ്ബിൻ്റെ മഹല്ലിലാണ്, കസ്റിൻ്റെ മേൽ മബിനിയാണ്. മറർത്തു ബി ഹാ ഉലായി, അവരുടെ അടുത്ത് കൂടെ ഞാൻ നടന്നുപോയി. ഇവിടെ ഹാ ഉലായി എന്നുള്ളത് ഇസ്മു ഇഷാറത്തിൻ മബിനുൽ കസ്രി ഫി മഹല്ലി ജറിൻ ബി ഹർഫിൽ ജറി. ജറിൻ്റെ ഹർഫ് കൊണ്ട് ജറിൻ്റെ മഹല്ലിൽ കസ്റിൻ്റെ മേൽ മബിനിയായിട്ടാണ് ഇവിടെ ഹാ ഉലായി എന്നുള്ളത്. ഇവിടെ 3 ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകാം. ഹാ ഉലായി എന്നുള്ളതിൻ്റെ മുമ്പുള്ള ആമിലുകളെല്ലാം മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ഹാ ഉലായി എന്നുള്ളതിന് ഒരു മാറ്റവുമില്ല. റഫ്ഇൻ്റെ അവസരത്തിലും നസ്ബിൻ്റെ അവസരത്തിലും ജറിൻ്റെ അവസരത്തിലും ഒരേ അവസ്ഥയാണ്. ഇങ്ങനെയുള്ള പദം അത് മബിനിയാണ്. അതാണ് ശേഷം പറയുന്നത് ഫൽ മബിനിയു സാബിത്തുൻ അലാ ഷക്കിലിൻ വാഹിദിൻ. മബിനിയ് ഒരു രൂപത്തിൻ്റെ മേൽ സ്ഥിരമായതാണ്. വലാ യതഗയ്യറു, അതിനൊരു മാറ്റവും വരികയില്ല. വഇൻ തഗയ്യറത്തിൽ അവാമിലു ദാഖിലത്തു അലൈഹി, അതിൻ്റെ മേൽ പ്രവേശിച്ച ആമിലുകൾക്ക് വ്യത്യാസം വന്നാലും ഇതിന് ഒരു മാറ്റവും വരികയില്ല. മബിനിൻ്റെ ഉദാഹരണങ്ങളാണ് പറയുന്നത്. ഹാ ഉലാഹി, ഹാദ, ഹാദിഹി, അൻത, ഐന, മൻ, അല്ലദീന, ഇതെല്ലാം മബിനികളാണ്. അൽഖാബുൽ ബിനായി, ബിനാഇൻ്റെ അടയാളങ്ങളാണ് പറയുന്നത്. അസ്ലിയായ ബിനാഇൻ്റെ അടയാളങ്ങൾ 4ആണ്. 1 സുക്കൂന്. ഉദാഹരണം മൻ, ഖം എന്നൊക്കെ പറയും പോലെ അതിനൊന്നും ഒരു മാറ്റവും വരികയില്ല. ഏത് സ്ഥലത്ത് റഫിൻ്റെയോ നസ്ബിൻ്റെയോ ജറിൻ്റെ ഏതോ അവസരത്തിൽ വന്നാലും ഒരു മാറ്റവും വരികയില്ല. 2 ഫത്ഹ്. അതിനുള്ള ഉദാഹരണം ഐന, കൈഫ എന്നൊക്കെ പറയും പോലെ. 3 കസ്ർ. അതിനുള്ള ഉദാഹരണം ഹാ ഉലായി, അംസി. അംസി എന്ന് പറഞ്ഞാൽ ഇന്നലെ. 4 അല്ലമ്മ്, നഹു, ഹൈസു, മുന്തു എന്നൊക്കെ പറയും പോലെ. ഇതെല്ലാം ഒരേ അവസ്ഥയിൽ മാത്രമാണ് അതെല്ലാം വരുന്നത്. ഫതുബ്നൽ കലിമത്തു അലൽ ഹാലത്തില്ലത്തി സുമിഅത്ത് അലൈഹ മിനൽ അറബി അനിൽ അറബി. അറബികളിൽ നിന്ന് കേൾക്കപ്പെട്ട ഒരവസ്ഥയുടെ മേൽ കലിമത്തിന് എടുക്കപ്പെടും. ഫൈൻ സുമിഅത്ത് ബി സുക്കൂനി ഫി ആഖിരിഹ, കലിമത്തിൻ്റെ അവസാനം സുക്കൂന് കൊണ്ടാണ് കേൾക്കപ്പെട്ടതെങ്കിൽ കാനത്ത് മബിനിയത്തുൻ അല സുക്കൂനി, അത് സുക്കൂനിൻ്റെ മേൽ മബിനിയായിരിക്കും. ഇൻ സുമിഅത്ത് ബിൽ ഫത്ഹി, ഫത്ഹ് കൊണ്ടാണ് കേൾക്കപ്പെട്ടതെങ്കിൽ കാനത്ത് മബിനിയത്തുൻ അൽ ഫത്ഹി, ഫത്ഹിൻ്റെ മേൽ മബിനിയായിരിക്കും. ഇൻ സുമിഅത്ത് ബിൽ കസ്രി, കസ്ര കൊണ്ടാണ് കേൾക്കപ്പെട്ടതെങ്കിൽ കാനത്ത് മബിനിയത്തുൻ അൽ കസ്രി, കസ്റിൻ്റെ മേൽ മബിനിയായിരിക്കും. അതുപോലെ ലൊമ്മ കൊണ്ടാണ് കേൾക്കപ്പെട്ടതെങ്കിൽ കാനത്ത് മബിനിയത്തുൻ അല ലൊമ്മി, ലൊമ്മിൻ്റെ
ദമ്മിൻ്റെ മേൽ മബിനിയായിരിക്കും. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് അവിടെ പറയുന്നു. തംബീഹുൻ മിനൽ കലിമാത്തി മായൽസമു ആഖിറുഹു ആലത്തൻ വാഹിദത്തൻ ഫിൽ ളാഹിർ. പ്രത്യക്ഷത്തിൽ ഒരൊറ്റ അവസ്ഥയുടെ മേൽ അവസാനം നിർബന്ധമാക്കുന്ന ചില പദങ്ങളുണ്ട്. ഉദാഹരണം ഫത എന്നതുപോലെ. ഫത എന്ന് പറഞ്ഞാൽ യുവാവ്. ലൈസ ലിഅന്നഹു മബിനിയുൻ, അത് മബിനിയല്ല. ഈ ഫത്ത പോലെ അവസാനം ഒരേ അവസ്ഥ നിർബന്ധമാകുന്ന പദങ്ങൾ അത് മബിനിയല്ല. കാരണം ലിഅന്ന ആഖിറഹു ഹർഫു ഇല്ലത്തിൻ ലാ യതഹമ്മലുൽ ഹറക്കത. ഹറക്കത്തിനെ ചുമക്കാത്ത ഇല്ലത്തിൻ്റെ അക്ഷരമാണ് അതിൻ്റെ അവസാനമുള്ളത്. അതിൻ്റെ ലിഅന്ന ആഖിറഹു അതിൻ്റെ അവസാനം ഇല്ലത്തിൻ്റെ ഹർഫാണ്, അത് ഹറക്കത്തിനെ ചുമക്കുകയില്ല. വഹീനഇദിൻ അങ്ങനെ വരുമ്പോൾ യുഅറബു ബി ഹറക്കാത്തിൻ മുഖദ്ദറത്തിൻ അല ആഖിരിഹി, അതിൻ്റെ അവസാനത്തിൽ സങ്കല്പിക്കപ്പെടുന്ന ഹറക്കത്തുകളെ കൊണ്ടാണ് അതിന് ഇഅ്റാബ് നൽകപ്പെടുന്നത്. അപ്പോൾ ഒരു ചോദ്യം, എങ്ങനെയാണ് നമുക്ക് ഇത് അത് രണ്ടിൻ്റെയും ഇടയിൽ വ്യത്യാസപ്പെടുത്താൻ സാധിക്കുക? എങ്ങനെ അത് രണ്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? അപ്പോൾ അതിനുള്ള മറുപടി വനുഫർരിഖു ബൈനഹു വബൈനൽ മബിനി, മബിനിൻ്റെയും അതുപോലെ അവസാനം ഒരേ അവസ്ഥയാകുന്ന അക്ഷരങ്ങൾ, ആ അക്ഷരങ്ങൾ വരുന്ന പദങ്ങളുടെയും ഇടയിൽ നമുക്ക് വിട്ടുപിരിക്കാം. ബി അന്നൽ മബിനിയ ലാ യുസന്ന വലാ യുജ്മഉ, മബിനീനെ തസ്നിയ അതുപോലെ ജം ഒന്നും ആക്കപ്പെടുകയില്ല. അതേ സമയത്ത് ഇങ്ങനെ വരുന്ന പദങ്ങൾ അതിനെ ജമും തസ്നിയെല്ലാം ആക്കപ്പെടും. നീ പറയും ഫത്ത എന്നുള്ളതിൻ്റെ തസ്നിയാണ് ഫത്തയാൻ എന്ന് പറയും, അതിൻ്റെ ജമ്മ് ഫിത്തിയ എന്നെല്ലാം നിനക്ക് മാറ്റാൻ പറ്റും.